ബ്യൂട്ടി എങ്ങനെയാണ് ഡോക്ടർ ഡിഫൈൻ ചെയ്യുന്നത്? ബ്യൂട്ടി, സൗന്ദര്യം ഭയങ്കര ഡിഫിക്കൽട്ടാണ് ക്വസ്റ്റ്യൻ. പേശലമല്ലൊരു വസ്തുവുമുലകിൽ പ്രേക്ഷകനില്ലെന്നാൽ മീൻസ് പേശലം. ഓക്കെ, പേശലം മീൻസ് ബ്യൂട്ടി. പേശലമല്ല ഒരു വസ്തുവും ഉലകിൽ. നത്തിങ് ഈസ് ബ്യൂട്ടിഫുൾ ഇൻ ദിസ് വേൾഡ്. ഒന്നിനും ഭംഗിയില്ല. ഉലകിൽ മീൻസ് ഭൂമിയിൽ. ഓക്കെ. പ്രേക്ഷകനില്ലെന്നാൽ, പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരൻ. കാഴ്ചക്കാരൻ. അപ്പോൾ സൗന്ദര്യം എല്ലാത്തിനും എല്ലാവർക്കും വേണമെങ്കിൽ അത് കണ്ട് ആസ്വദിക്കാൻ ഒരാൾ വേണമെന്ന്. അതായത് ബ്യൂട്ടീനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ ടാസ്ക്. പക്ഷെ ബ്യൂട്ടിയുടെ ഒരു കോൺസെപ്റ്റ്, ഇതൊരു ഉള്ളൂരിൻ്റെ കവിതയെന്നൊരു ഒരു ഒരു പാട്ടാണിത്. നമ്മളിപ്പോൾ ലോകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലതരം ആൾക്കാരുണ്ട്, പല കൾച്ചറുണ്ട്, പല സ്റ്റേറ്റിലും പലത്. അപ്പം നമുക്ക് യൂണിഫൈഡ് ആയിട്ട് സൗന്ദര്യം എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. പല സ്ഥലത്തും പല കാലഘട്ടത്തിലും എല്ലാം വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിനെ എടുത്താലും ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന കോമ്പിനേഷൻ, കണ്ണ്, മൂക്ക്, ചെവി, ഹൈറ്റ്, വെയിറ്റ് എല്ലാം എടുത്താൽ, സ്കിൻ കളർ, ഹെയർ എടുത്താൽ ഒരു വ്യക്തിക്കുള്ളത് വേറെ ഏതെങ്കിലും വ്യക്തിക്കുണ്ടോ? ഇല്ല, ഇല്ല. ഹോൾ വൈഡ് വേൾഡിലില്ല. അപ്പോൾ എല്ലാവരും തന്നെ, ഈ ഭൂമിയിലുള്ള എല്ലാവരും തന്നെ ഒറ്റ കോപ്പിയാണ്, അല്ലേ? യു ആർ ദ ഓൺലി പേഴ്സൺ ഹൂ ലുക്സ് ലൈക്ക് യു. ഓക്കെ. അപ്പം സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബെസ്റ്റ് ആയിരിക്കണം. അത് എക്സ്റ്റേണലും ഇൻറ്റേർണലും. സൗന്ദര്യം ആന്തരികമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൊളോക്കിയൽ ഭാഷയിൽ ഒരു നല്ല ഗുഡ് ലുക്കിംഗ് പേഴ്സൺ ആണെന്ന് നമ്മൾ പറയുന്ന ഒരു വ്യക്തി നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അവരുടെ മുഖം ഭയങ്കര കയറ്റിപ്പിടിച്ചു, ഭയങ്കര മോശമായിട്ട് പിടിച്ചു എന്ന് വിചാരിച്ചോ? അതല്ല, ഒരു സാധാരണ മേക്കപ്പ് ഒന്നും ഇല്ലാത്ത, കണ്ട അത്ര പെർഫെക്റ്റ് അല്ലാത്ത ഫീച്ചേഴ്സ് ഉള്ളൊരു വ്യക്തി നല്ല ചിരിക്കുന്ന നല്ല പീസ്ഫുൾ മുഖമാണെന്ന് വിചാരിച്ചോ? ഏതായിരിക്കും ഇഷ്ടാവുക? തീർച്ചയായിട്ടും ഒരു ചെറിയ സ്മൈലൊക്കെ ഉള്ള ഫേസ് ആണ്. അപ്പം നമ്മുടെ എക്സ്പ്രഷനാണ് നമ്മളുടെ ഫീച്ചേഴ്സിനേക്കാളും പ്രധാനം. കാരണം അതിനകത്തൊരു സയൻസ് കൂടെയുണ്ട്. നമ്മുടെ ഫേഷ്യൽ മസിൽസ് ഉണ്ടല്ലോ, ഇത് നമ്മളുടെ തോട്ട്സ് ആണ്. ഇത് നമ്മൾ ഇങ്ങനെ മസിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം നല്ല പ്ലസൻറ്റ് തോട്ട്സ് ഉള്ളവരുടെ മുഖം എപ്പോഴും നല്ലതായിരിക്കും.